സുധിച്ചേട്ടനെ കൊന്നതാന്ന് എൻ്റെ പപ്പ സുധിച്ചേട്ടൻ മരിക്കാൻ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക, മരിക്കൂ എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ. ആളെങ്ങനെയാണ് സുധിച്ചേട്ടൻ, ഞാൻ കൊന്നതാണോ, ഞാൻ എങ്ങനെയാണ് സുധിച്ചേട്ടനെ കൊല്ലുന്നത്? ഞാൻ കിടന്ന് ഉറങ്ങുക സുധിച്ചേട്ടൻ മരിക്കും, ഞാൻ അറിയുന്ന പോലും ഇല്ല ആൾ മരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നല്ലേ കയ്പമംഗലത്ത് പനമ്പിക്കുന്നതിൽ വണ്ടി ഇടിച്ച് മരിച്ചതെന്ന്. പിന്നെ എന്തിനാണ് ഇത്? ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യണോ? അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല. ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യേനെ ഒരു പേടി. പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം. മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ. കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പലക കണ്ടിരിക്കുന്നു, പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല. കാരണം ഇന്നലെ വന്നേക്കുന്നത് ഞാൻ സുധിച്ചേട്ടനെ കൊന്നത് എൻ്റെ പപ്പ കൊന്നതാണ്. എനിക്കറിയില്ല ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ. അതാണ് ഞാൻ പറയുന്നത്, ഇനി എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്നവർ ഇങ്ങനെ ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ കുറേ, ഇവന്മാരെന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവർ പറഞ്ഞോട്ടെ, നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമല്ല. കൊന്നതാണ്, എൻ്റെ വീട്ടുകാർ കൊന്നു സുധിച്ചേട്ടനെ എന്തിനാ ഞങ്ങൾ കൊല്ലുന്നത്? ഇനി അതാണോ ഈ മക്കളെയും കൂടെ തല്ലിക്കൊന്നിട്ട്? മൂത്ത മോൻ ഏതായാലും വലിയ കുട്ടിയാ, അവന് ഞാൻ വിളിച്ചാൽ കൊച്ചിന് കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ.